ഡോക്ടർ ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു സാധനമാണ്. ശരിക്കും സ്കിൻ ലൈറ്റനിങ്ങിനുള്ള ഒരു സാധനമല്ല. അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ആക്ച്വലി അത് ആ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇറ്റ്സ് ബേസിക്കലി ആൻറ്റി ഓക്സിഡൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ലിവർ പ്രോബ്ലം ഒക്കെയുള്ള ആൾക്കാരിൽ അവരുടെ ബ്ലഡ് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ അങ്ങനെ കുറേ ആൾക്കാരിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുത്തപ്പോൾ നോട്ടീസ് ചെയ്തൊരു സാധനമാണ് സ്കിൻ ലൈറ്റനിങ്. അത് അതിൻ്റെ വേറൊരു പാത്വേ വഴിയാണ് ആക്ട് ചെയ്യുന്നത്. അത് പലപ്പോഴും അൺഈവൻ സ്കിൻ ടോൺ ഉള്ള ആൾക്കാരിൽ ഒരു ഈവൻ സ്കിൻ ടോൺ ഉണ്ടാക്കാനായിട്ട് ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ഗ്ലൂട്ടാത്തയോണിൽ തന്നെ ഓറലും ഐവിയും ഗ്ലൂട്ടാത്തയോണിൽ ഏതാണ് ഏറ്റവും നല്ലത്? ബേസിക്കലി ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മരുന്ന് നമ്മുടെ സിസ്റ്റത്തിൽ ചെന്ന് എല്ലാ സെൽസിലും എത്തുകയാണെങ്കിൽ ഈ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഇൻട്രാവീനസ് ആയിട്ട്, അതായത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൽസിൽ അത് കൂടുതൽ 100% ബയോ അവൈലബിലിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന മൊത്തം മരുന്നും നമ്മുടെ സെൽസിലെത്തും. ഡെഫിനറ്റ്ലി ഇഞ്ചക്ഷൻ തന്നെയാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോഴും ഡ്രഗ് കൺട്രോളർ അപ്രൂവ്ഡ് അല്ല ഇന്ത്യയിലും ഒരു രാജ്യത്തും. ബിക്കോസ് ഈ സ്കിൻ കളർ ചേഞ്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പൊതുവേ ഒരിക്കലും അങ്ങനെ ഡ്രഗ് കൺട്രോളർ അപ്രൂവ് ആകത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ സ്കിൻ ലൈറ്റനിങ് എന്ന് പറയുന്നത്.